ഈ ഫസ്റ്റ് ഹരിഹർ നഗറിൽ മുകേഷ് കളിയാക്കിയ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ ഓർക്കുകയാണ്, ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും. അതിൻ്റെ വെരി എൻഡിൽ ഈ ബാഗ് എടുത്തുകൊണ്ട് ഓടുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ബാഗിനകത്ത് നിറച്ച് വെയിറ്റ് വെച്ചിരുന്നു. അപ്പോൾ ഈ ബാഗ് എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഓടുന്നു. അത് പക്ഷേ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ആ വെയിറ്റോടുകൂടി ഇന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഫ്രീസൊക്കെ കണ്ടറിയാം. മായ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അത് നിങ്ങൾക്കുള്ളതാ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കൂടെ ഇങ്ങനെ ഓടി വരുന്നില്ലേ. ആ വെയിറ്റ് പലപ്പോഴും സിനിമയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ പിന്നെ നായകനൊക്കെ ബാഗ് എടുത്തുകൊണ്ട് വലിയ ബാഗ് എടുക്കാൻ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ആ പെട്ടി എടുത്തുകൊണ്ടുള്ള ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഓട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യം. അന്ന് ഗീതാ വിജയന്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇത്തിരി ലൂസായിട്ട് പറഞ്ഞു വിശ്വസിച്ചു. ഇത്തിരി പിരിവെട്ടുള്ള ആളാണ്. ഗീതാ വിജയന്റെ അടുത്ത് പറഞ്ഞു ഈ മറ്റേ സിദ്ദിഖിന്റെ വലിയ ഫ്രണ്ട് ആയതുകൊണ്ട് ഈ പടത്തിൽ ഇട്ടില്ലെങ്കിൽ കൊന്നുകളയോ അവരെ, കുറച്ച് വയലന്റ് ആണ്, അങ്ങനെ ഇട്ടേക്കാണെന്ന് പറഞ്ഞിട്ട് ഈ ഇവര് കുറച്ച് നാൾ എന്നെ ഇങ്ങനെ വളരെ പേടിച്ച് നോക്കുക. പിന്നെ വേറെ കാര്യം സിദ്ദിഖിനെ കുറിച്ച് പറയാറുണ്ടെന്ന് വെച്ചാല് നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ലൊക്കേഷൻ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ സിദ്ദിഖ് അവര് ചോദിക്കും മാരീഡ് ആണോ എന്ന് ചോദിക്കാൻ, സിദ്ദിഖ് മാരീഡ് ആണ്, ആ കാര്യങ്ങളൊക്കെ പറയാം. 2 കുട്ടികളുണ്ട്. അതെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനൊരു ട്വിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ സിദ്ദിഖ് പറയുന്നതായിട്ട് ആരെങ്കിലും ഇത് വീട്ടുകാരി ചോദിക്കുകയാണ് മാരീഡ് ആണെന്ന് ചോദിക്കാൻ നേരത്ത് സിദ്ദിഖ് പറഞ്ഞതായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ചോദിച്ചേ മാരീഡ് ആണോ? മാരീഡ് അല്ല, പ്രൊപ്പോസൽ പലതും വരണുണ്ട്, ശരിയായിട്ടില്ല ഇങ്ങനെ പറഞ്ഞതായിട്ട്. 2 കുട്ടികളുണ്ട്. എല്ലാ വീട്ടിൽ ചെന്നപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ പ്രൊപ്പോസൽ പലതും വരണുണ്ട്, എന്താണെന്നറിയില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ട് അകത്തോട്ടൊന്ന് നോക്കും. ഇങ്ങനെ പ്രസന്റ് ചെയ്തു. അതിപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂയാണ്. അല്ല, എനിക്ക് എന്റെ ഒരു ആക്ഷൻ ഇങ്ങനെ കാണിക്കണം. ഇങ്ങനെയൊക്കെ ഒരു എനിക്കങ്ങ് ഭയങ്കര നാണക്കേട് തോന്നുമായിരുന്നു. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്ക് കളിയാക്കലാണല്ലോ. അന്ന് സിദ്ദിഖിന്റെ ഓട്ടോഗ്രാഫ് ഒരാൾ 2-3 പേര് ഒപ്പിടാൻ ആയിട്ട് വന്നു, വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പം എനിക്ക് തോന്നിയപ്പം ഞാൻ നോക്കിയപ്പം ഈ 2-3 പേര് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സംഭവം തോന്നി. ഞാൻ പറഞ്ഞു മുകേഷേ, ആ സംഭവം നടന്നറിയാം. ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയതിന് ശേഷം അവർ പറയുന്ന കേട്ടു, അയ്യോ ഫാസിലല്ലടി, ഇത് വേറെ ഏതാണ്ട് സിദ്ദിഖാ, ഫാസിൽ ഫോട്ടോഗ്രാഫ് വാങ്ങിയെന്ന് പറഞ്ഞു അന്ന് കളിയാക്കുമായിരുന്നു. ഇത് പിന്നെ അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവം വന്ദനം നമ്മൾ ടി വിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഒരു ട്വിസ്റ്റ് അതിൻ്റെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് വന്ദനം ഷൂട്ടിംഗ് നമ്മൾ നടക്കുമ്പോൾ മോഹൻലാലിൻ്റെ പിറകെ ഓട്ടോഗ്രാഫുമായിട്ട് ബാംഗ്ലൂർ പാർക്കിൽ നിറച്ച ആൾക്കാർ. ഇപ്പോൾ മുകേഷ് അവിടെ നീ നോക്കിക്കോ, അടുത്ത വർഷമാകുമ്പോൾ ഇതേപോലെ എൻ്റെ പിറകെ ക്യൂ നിൽക്കും, നീ നോക്കിക്കോ ജഗദീഷ് എന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് സാർ ഫോട്ടോ സാർ പ്ലീസ് സാർ. അപ്പോൾ മുകേഷ് എന്നെ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിൽ അയാൾ വന്നു. അപ്പം എടുത്തു ഇതൊരു തുടക്കം കണ്ടോടെ എന്നൊക്കെ പറയുന്നത് അയാൾ എന്നിട്ട് പറഞ്ഞു, സാർ 3 copies 15 rupees. പാസ്പോർട്ട് ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആളാണ് അവിടെ, അതിനെ ചാർജ് ചെയ്യും. ഇത് അവിടെ വെച്ച് ഞാൻ കഥ ഉണ്ടാക്കി. അവിടെ എല്ലാവരും ലാലും തിരക്കല്ല, നല്ല കഥയാണ്, പ്രിയനാണെങ്കിൽ കൊള്ളാം അവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം മുകേഷ് TV ഇരുന്ന് പറഞ്ഞു, ഇതേപോലെ ജഗദീശന് ഒരു അബദ്ധം പറ്റി. അവൻ പറഞ്ഞു അതല്ലേ സത്യം. ഞാൻ ഞെട്ടിപ്പോയി. ഉടനെ ഞാൻ മുകേഷിന്റെ അടുത്ത് ചോദിച്ചു, മുകേഷ് ഇതെന്താ ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞത്? ഇവിടെ നിന്റെ പേരിൽ പറഞ്ഞാൽ ഇത് ഏക്കുള്ളത്. അതല്ല, ഇത് നടന്ന സംഭവം. എങ്ങനെ വേണം ആയിക്കോട്ടെ, അതിൽ ഹ്യൂമർ ഉണ്ടല്ലോ. ജഗദീശന് അന്ന് ഇപ്പൊ ഒന്നും പറയത്തില്ല, അന്ന് ആരെങ്കിലും പുതിയതായിട്ട് ഷൂട്ടിങ്ങിന് വന്നു കഴിഞ്ഞാൽ എപ്പോ പറയുന്നെന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെ വന്ന് നമസ്കാരം എന്ന് പറയും. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അയ്യോ പ്രൊഫസറാ എന്നുള്ളത് ഇവ എങ്ങനെയെങ്കിലും ഒന്ന് സ്ഥാപിച്ചെടുക്കും. അങ്ങനെ ജഗദീഷ് പോയതിനു ശേഷം ഞാൻ ആ പെമ്പിള്ളേരുടെ അടുത്ത് പറയും, പ്രൊഫസറാന്ന് പറഞ്ഞില്ലേ, എന്തിന്റെ കോളേജ് മാജിക്ക്, ശരി, പിന്നെ കൈനോട്ടോ അതുകൊണ്ടോ അവരൊക്കെ അങ്ങനെ ഇമേജ് ടാർണിഷിംഗ് എന്ന് പറയും. അത് വെച്ച് നോക്കുമ്പോൾ അശോകനൊക്കെ എന്ത് ഭാഗ്യം, നമ്മളൊന്നും കളിയാക്കിയിട്ടില്ല. ഈ കൊണ്ടും കൊടുത്തും അങ്ങനെ അല്ലെ, അങ്ങനെ ജീവിച്ചതിന്റെ ഒരു സന്തോഷം ഭയങ്കര. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്.